ഈശോ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്, പിതാവായ ദൈവമുണ്ട്. അത് നോർമലാണ്. ത്രിയേക ദൈവം അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് തമ്പുരാനെ മനസ്സിലാക്കാൻ, ഈ ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോഴ്സാണ് ബൈബിൾ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം ബൈബിൾ. അതായത് ആ ബൈബിളിലെ എല്ലാ വചനങ്ങളിലും ഈശോ നിറഞ്ഞു നിൽക്കുന്നു. ബൈബിളിലെ എല്ലാ വചനങ്ങളിലും ഈശോ നിറഞ്ഞു നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. അത് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ അത് ആഴത്തിൽ ഹൃദയത്തിൽ ബോധ്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ വചനത്തിൽ ആഴപ്പെടാൻ പറ്റുന്നതും ആ വചനത്തിലൂടെ ലഭിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ ഈ ലോകത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നു. ഈ ബൈബിൾ മുഴുവൻ ഈശോ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആ, എനിക്ക് ആ, എന്റെ തിയോളജി പഠിച്ച കാലത്ത് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് എല്ലാരും പറയുന്നുണ്ട്, നമ്മൾ പഠന സമയത്ത് എല്ലാം കേൾക്കും ഇത് മുഴുവൻ ദൈവമാണ്, ഇത് മുഴുവൻ ദൈവമാണ്, ഇത് മുഴുവൻ ദൈവമാണ്. ഓക്കെ, നമുക്കത് ഉള്ള കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് ബോധ്യത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. എത്രമാത്രം ആഴമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സദാസമയവും വചനത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഈശോ പറഞ്ഞ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന്. നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ച്, അല്ല, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാം പറയുന്നുണ്ടോ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പന, യോഹന്നാൻ 15 ആ 9-10 തിരുവചന ഭാഗമാണ്, 10-ാം വാക്യമാണ്. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാം. അപ്പൊ നമുക്ക് ഈ ബൈബിൾ വചനം മുഴുവൻ ഈശോയാണെന്നുള്ള ഒരു ബോധ്യമാണ്. വചനം മുഴുവൻ ഈശോയാണെന്ന് അത് മനസ്സിലാകുന്നത് ഇപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്കെല്ലാം അറിയാം തിരുവചന ഭാഗം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും വചനം എങ്ങനെ ദൈവമാകും, ദൈവം എങ്ങനെ വചനമാകും, ആ വാക്ക് എങ്ങനെ ദൈവമാകും. അത് എനിക്കൊരു ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സംഭവമായിരുന്നേ. അത് ദൈവശാസ്ത്രപരമായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയൊക്കെ അച്ഛന്മാരൊക്കെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതെങ്ങനെ സാധ്യമാകും, അതെങ്ങനെ സാധ്യമാവുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യം, 1-ാം അധ്യായം 14-ാം വാക്യത്തിലാകുമ്പോഴത്തേനും അവിടെ എഴുതി വെച്ചാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ. നമുക്കറിയാം അത് ഈശോയാണെന്ന് നമുക്കറിയാം. വചനം മാംസം ധരിച്ചതാണ് ഈശോ എന്ന് നമുക്കറിയാം. വേർഡ് ബിക്കം ഫ്ലഷ് എന്ന് മനസ്സിലായി. പക്ഷെ അതും ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ എന്നാലും അതെങ്ങനെ വചനം എങ്ങനെ ഒരു ഫ്ലഷ് എങ്ങനെ വചനമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ വചനം ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് വായിച്ച് വെളിപാട് പുസ്തകത്തുമ്പോ വെളിപാടിന്റെ 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അതിനകത്തൊരു വചനമുണ്ട്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്ന്. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പം എനിക്ക് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമാണെന്ന്. അപ്പൊ ഈ വചനങ്ങളൊക്കെ തമ്മിൽ ഇണ ചേർന്ന് എന്തോ ഒരു കണക്ഷൻ ഇങ്ങനെ അഗാധമായിട്ട് ഉള്ളിന്റെ ഉള്ളില് ഹൃദയത്തിന്റെ അഗാധത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്യുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് ധ്യാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എഴുതിയത് യോഹന്നാൻ ശ്ലീഹായാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം എഴുതുന്ന അദ്ദേഹമാണ്. വെളിപാട് പുസ്തകം എഴുതുന്നതും അദ്ദേഹം തന്നെ. വെളിപാട് പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വർഗീയ ദർശനങ്ങളാണ്, വെളിപാടുകളാണ് ഈ വെളിപാട് പുസ്തകത്തിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെയാണ് എനിക്ക് ഈ ഈ വചനം മുഴുവൻ ഈശോയാണെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ്. അതായത് യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന ആ ഒരു ദർശനത്തിൽ കാണുന്ന അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. നമുക്കറിയാം ഈശോയുടെ കൂടെ കുരിശ് യാത്രയിൽ ഉണ്ടായിരുന്ന ഏക ശിഷ്യനാണ് യോഹന്നാൻ. അപ്പൊ ഈശോയെ ഇങ്ങനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി ഈശോയുടെ ശരീരം മുഴുവൻ ചാട്ടവാറ് കൊണ്ട് അടിച്ച് മുറിപ്പെടുത്തി, ദേഹം മുഴുവൻ രക്തമാണ്, ആ മേലങ്കി ധരിച്ചിരിക്കുന്ന മുഴുവൻ രക്തമാണ്. എന്നിട്ട് ഈ ഈ ഈ ദർശനം വെളിപാട് പുസ്തകത്തിൽ അദ്ദേഹം കാണുകയാണ്. പാത്മോസ് ദ്വീപിലിരിക്കുമ്പോൾ ഈ ദർശനം കാണുകയാണ്. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ശരിക്കും ഈ രക്തത്തിൽ മുക്കിയ മേലങ്കി ആയിട്ട് ആരെയാ കണ്ടത്? ഈശോയാണ് കണ്ടത്, അല്ലെ? ഈ അതായത് നമുക്കറിയാം ഈ ഈശോയുടെ ശരീരം മുഴുവൻ
ചാട്ടവാറ് കൊണ്ട് അടിച്ച് 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 ശരീരം മുഴുവൻ രക്തമാണ്. മുറിപ്പെടാനായ ഒരു സ്ഥലവുമില്ല. ആ ഈശോയുടെ ഒരു കണ്ണൊക്കെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടിട്ട് കണ്ണ് വരെ അത്രമാത്രം നീചമായിട്ട് അവര് മൃഗീയമായിട്ട് ഈശോയുടെ കണ്ണിന് വരെ എന്താ പറയാ മുറിവ് പറ്റിയിരിക്കുകയാണ്. അപ്പം ഇത് യോഹന്നാൻ ശ്ലീഹ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ഈശോ എന്നല്ല പറയുന്നു, അവന്റെ നാമം ദൈവവചനമെന്ന്. അവന്റെ നാമം ദൈവവചനമെന്നാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഈ ബൈബിള് മുഴുവൻ, ഈ വചനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈശോയാണ്, ഈശോയാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഒന്ന് രണ്ട് കുറച്ച് പേര് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന കൂട്ടായ്മയില് ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ കൈയൊക്കെ അടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ കൂടെ പെട്ടെന്ന് ഒരാൾ ഇറങ്ങി, പെട്ടെന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു അതിന് ഇറങ്ങി പോന്നേന്ന് പ്രാർത്ഥന ഞാൻ ചോദിച്ചു അതിനെ ഇറങ്ങി പോയെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എടുത്ത വായിക്ക് പറഞ്ഞു, എനിക്കിത് ഭയങ്കര ബോറിംഗ് ആണ്, എനിക്കിത് ഭയങ്കര ബോറിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ആ പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിർത്തി. ഞങ്ങൾ പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചവര് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ നിർത്തി. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് നിർത്തി. അതുകൊണ്ടാണ് നിന്നത്. പക്ഷെ അത് രാത്രി മുഴുവൻ പോയത്. അത്രമാത്രം ആവേശത്തോടെ ഞങ്ങൾ ഈശോയെ പാടി ആരാധിക്കുകയാണ്. ഇവിടുത്തെ ദിവികാരണ സന്നിധിയിൽ ഇരുന്ന് കീബോർഡൊക്കെ വെച്ച് ചെറിയ ഡ്രം ഒക്കെ വെച്ച് ഞങ്ങൾ പാടിയ. അപ്പൊ അതിൽ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കണേ അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അദ്ദേഹത്തിന് ഈശോയുടെ സ്നേഹം മനസ്സിലായി. അതെ, നമ്മൾ പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയും. നമ്മളിപ്പോ അറിയാലോ, ഈ രാത്രിയിൽ ഈ ആരാധനയെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു ആനന്ദമുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഭാരമുണ്ട്. അതവർക്ക് മനസ്സിലാകുന്നു, അത് അദ്ദേഹത്തിന് മനസ്സിലാകും. അതുപോലെ തന്നെ നമുക്ക് ഈ വചനത്തിൽ നിറഞ്ഞിരിക്കുന്ന ഓരോ വചനത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശോയെ മനസ്സിലായില്ലെങ്കിൽ ഈ ബൈബിൾ നമുക്ക് ബോറായിരിക്കും. നമ്മൾ എന്നിട്ട് പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ വചനങ്ങൾ വായിക്കും, നമുക്ക് ആവശ്യമുള്ള സെലക്റ്റീവ്. അതല്ല, ഉൽപ്പത്തിയുടെ 1-ാം വാക്യം മുതൽ വെളിപാടിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെ മുഴുവൻ ഈശോ നിറഞ്ഞു. പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈശോ നിറഞ്ഞു അല്ലെ. അപ്പൊ നെഗറ്റീവ് കാര്യങ്ങളിനകത്തും ദൈവമുണ്ടോ? മ്ലേച്ഛമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനകത്തും ദൈവമുണ്ടോ? അതിനകത്തല്ല. അതുകൊണ്ട് റോമ 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സമസ്തവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. അത് എഴുതി വെച്ചിരിക്കുന്നത് അതിനെല്ലാത്തിനും ഓരോ പർപ്പസുകൾ, എല്ലാത്തിനും ഓരോ പർപ്പസും. പക്ഷെ അവിടെ എല്ലാം ഈശോടെ ആ വരിയൊരു. അപ്പൊ ഇതിനകത്ത് ഇനി എങ്ങനെ ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കാം, ഇനി എങ്ങനെ ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെയാണ് ഈശോ എവിടെയുണ്ടോ അവിടെ ആത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് എങ്ങനെയാണ്? കുറെ പ്രസംഗങ്ങളിലൂടെയല്ല, ബൈബിളിലൂടെയാണ്. ശരിയാണ്, ഈ ബൈബിളിൽ നിന്നാണ് പ്രസംഗം എല്ലാം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് മുഴുവൻ ഈ ട്രഡീഷൻസ് ആയിരുന്നു, ആദ്യകാലത്ത് മുഴുവൻ പ്രസംഗമായിരുന്നു. അതെല്ലാം പിന്നെ എഴുതി വെച്ചു. കാലകാലങ്ങളിലുള്ള തലമുറയായിട്ട് നമ്മളെല്ലാം ഇതിങ്ങനെ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റി. പക്ഷെ അതിനേക്കാൾ അധികം നമ്മൾ ബൈബിൾ വായിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, പ്രവാചകന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലിയായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലീശായിലേക്ക് ഇരട്ടി ചൈതന്യം പകരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതുപോലെ തന്നെ സാംസണിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദാനിയേലിൽ നിറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഏഷയായില്, ജെറമിയായില്, എസെക്കിയേലില്, ഇവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്ന നമ്മൾ വ്യക്തിപരമായിട്ട് വായിച്ചിട്ടാണ് കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത്. ആരുടെയും പ്രസംഗം കേട്ടിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിനകത്തെല്ലാം നിറയും. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ നിറയുന്നതിനെ പറ്റി നമുക്ക് ആരുടെയും പ്രസംഗത്തിന്റെ ആവശ്യമില്ല. അത് ജസ്റ്റ് ഈ ബൈബിൾ എടുത്ത് അപ്പസ്തോല പ്രവർത്തനം വായിച്ച് അത് നമ്മൾ ധ്യാനിച്ചാൽ മതി. അപ്പൊ ഇനി ഈ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ തെളിവുകൾ കൃത്യമായിട്ട് ബൈബിളിൽ അതിന് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വചനങ്ങൾ ഈശോ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത് കുറെ വചനങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തില് ഈശോ പറയുകയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. കണ്ടോ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. അതുകൊണ്ട് മുഴുവൻ ഈ ബൈബിളിൽ നിലനിൽക്കുന്ന വചനത്തിനകത്തെല്ലാം ആത്മാവുണ്ട്, ജീവൻ. അതുകൊണ്ടാണ് എഫേസോസിന്റെ 6:17 പറയുകയാണ്, രക്ഷയുടെ പടത്തുപ്പിയണി ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും. രക്ഷയുടെ പടയണിക്ക് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ. കണ്ടോ, ആത്മാവിന്റെ വാൾ. 12 നമ്മൾ കണ്ടു, വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഉണ്ടോ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയമങ്ങളെയും
വിവേചിച്ചറിയുന്നതുമാണ്. എന്നുവെച്ചാൽ എഫെസോസ് 6:17 പറയാണ്, ആ രക്ഷയുടെ പടത്തവീണയും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുക്കും. ഇവിടെ ഹെബ്രായർ 4:12 പറയാണ്, ആ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇരുതല വാളിന്റെ പ്രത്യേകത എന്നാ? ഒരു വാള്, അതിന് രണ്ട് സൈഡിലും മൂർച്ചയുണ്ട്. അതിന് രണ്ട് സൈഡിലും മൂർച്ചയുണ്ട്. ഇങ്ങനെ ഒരു വാളാണെങ്കിൽ അതിന് രണ്ട് സൈഡിലും മൂർച്ചയുണ്ടാവും. അതായത് ഈ ശത്രു ഈ സൈഡിൽ നിന്ന് വന്നാലും ഈ സൈഡിൽ നിന്ന് വന്നാലും ഒരുപോലെ വെട്ടാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും വെട്ടി ഛേദിച്ച് കളയാം. അപ്പൊ ഇത് പറയണം, ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എഫെസോസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആത്മാവിന്റെ വാളാണെന്ന്, രക്ഷയുടെ പടത്തിന് ദൈവവചനം വന്ന ആത്മാവിന്റെ വാള് നമ്മുടെ ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു, ആത്മാവിനെ പാപമംഗലമാക്കുന്ന, നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാത്തിനും ദൈവരക്ഷയുടെ പടർത്തി അണിയാം ദൈവവചനമാണ് ആത്മാവിന്റെ വാളുകൾ. ആത്മാവിന്റെ വാളുകൾ ഈ വെളിപാടില് നമ്മൾ ഈ 19:13 ബാക്കി താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴും ഈ സംഭവം തന്നെയാണ് കാണുന്നത്. വെളിപാടിന്റെ 19:13 അവൻ രക്തത്തിൽ മുക്കിയൊരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രങ്ങൾ അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടും. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടും. കണ്ടോ? ആരുടെ? ഈ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച ഈശോയുടെ വായിൽ നിന്ന് ഒരു മൂർച്ചയുള്ള വാൾ പുറപ്പെടും. ഈശോയുടെ വായിൽ നിന്ന് വരുന്നത് എന്താ? ഈശോയുടെ അതരത്തിൽ നിന്ന് വരുന്നത് എന്താ? ഒറ്റ കാര്യം, വചനം. വചനം. അതാണ് യോഹന്നാൻ 15:3 വ്യക്തമായിട്ട് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. വചനം നിമിത്തം ശുദ്ധിയുള്ളവരായി. അപ്പൊ ഇങ്ങനെല്ലാം തെളിവുകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 12:28 വാക്യത്തിൽ ഈശോ പറയാണ്, എന്നാൽ ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു. കണ്ടോ? ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും മത്തായി 8:16 നമ്മൾ കാണുന്നുണ്ട്, സായാഹ്നമായപ്പോൾ അനേകം പിശാചുമാരെ അവർ അവന്റെ അടുത്ത് കൊണ്ടു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. എല്ലാ രോഗികളെ സുഖപ്പെടുത്തിയിരിക്കും. കേട്ടോ? അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. അതാണ് ഈ ലൂക്കായുടെ സുവിശേഷം 9:1-2 ഈ വൈദികരുടെയൊക്കെ എപ്പോഴും ബഹിഷ്കരണ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അവൻ 12 പേരെ വിളിച്ച് സകല പിശാചുകളെ ബഹിഷ്കരിക്കാൻ അവർക്ക് അധികാരം നൽകി. അവർക്ക് അധികാരം നൽകി. കണ്ടോ? ഈ പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? വചനം ഉപയോഗിച്ച്. വചനം ഉപയോഗിച്ച്. വചനം ഉപയോഗിച്ച്. ഇവിടെ പറയാണ് 12:28, മത്തായി 12:28, ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. വചനം ആത്മാവും ജീവനുമാണ്. എന്നാൽ ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നതെങ്കിൽ, പിശാചിനെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയും? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വചനത്തോട് അഭേദ്യമായ ബന്ധം വരിക. വചനത്തോട് അഭേദ്യമായി, ഈ വചനത്തോട് അഭേദ്യമായി ബന്ധം വരിക എന്ന് പറഞ്ഞാൽ ഈശോയോട് അഭേദ്യമായ ബന്ധം വരിക. അത്രേ ഉള്ളൂ. ഈശോയോട് അഭേദ്യം. അതുകൊണ്ടാണല്ലോ ഈശോ പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പറയും. അല്ലെ? മത്തായിയുടെ സുവിശേഷം 7-ാം കാണുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക. ഈ ബൈബിളിൽ ഈ വചനത്തിന് ഇങ്ങനെ പല രീതിയിലാണ് പറയുന്നത്. വചനം, കൽപ്പന, ചട്ടം, പ്രമാണം, ഇഷ്ടം, ഹിതം, ഇങ്ങനെ പല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ആരിലേക്കാണ് ചൂണ്ടുന്നത്? ഇത് മുഴുവൻ ഈശോയിലേക്കാണ് ചൂണ്ടുന്നത്. ഇത് മുഴുവൻ ഈശോയിലേക്കാണ് ചൂണ്ടുന്നത്. നമുക്കറിയാം, ആത്മാവിന്റെ ദാനങ്ങൾ നമുക്കറിയാം. ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ആലോചന, അതൊക്കെയാണല്ലോ ആത്മാവിന്റെ 7 ദാനങ്ങളുള്ളത്. ഇത് എങ്ങനെയാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ശക്തിയുടെയും ഉപദേശത്തിന്റെയും ആത്മാവ്, അറിവിന്റെ ദൈവഭക്തിയുടെ ആത്മാവ്. കേട്ടോ? ദൈവാത്മാവ് വന്നു കഴിയുമ്പോഴത്തേനും എന്താ നമുക്ക് കിട്ടുന്നത്? ജ്ഞാനം കിട്ടും, അറിവ് കിട്ടുന്നു, ഉപദേശത്തിനുള്ള വരം, ദൈവഭക്തി എന്ന് പറയുന്നത്. കേട്ടോ? കേട്ടോ? ഇത് ശരിക്കും ഇനി പറയണേ, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം 11-ാം പറയുന്നത്, എന്റെ വചനങ്ങളിൽ അഭിലാഷം നടത്തും, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കും, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. കേട്ടോ? എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുകയും അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുകയും നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും.
ഈ ജ്ഞാനം ലഭിക്കുന്നത് ഇവിടെ കണ്ടോ, വചനത്തിൽ അഭിലാഷം അർപ്പിക്കാനാണ് പറഞ്ഞു, വചനത്തിനോട് തീവ്രാഭിനിവേശം കാണിക്കാനാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:2 നമുക്ക് മനസ്സിലായി, ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചു കഴിയുമ്പോഴത്തേനും നിറയുന്ന ഒരു സംഭവമാണ് ജ്ഞാനം. ജ്ഞാനം എന്താണ്? ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഇതൊരു ജ്ഞാനമാണ്. ഇതൊരു ജ്ഞാനമാണ്. ഏത് നന്മ, ഏത് തിന്മ, ആ ഒരു തിരിച്ചറിവ് ജ്ഞാനമാണ്. സ്നേഹിക്കാനുള്ള എന്താ, ക്ഷമിക്കാനുള്ള ഒരു വരം, ഇതെല്ലാം ഒരു ജ്ഞാനമാണ്. ദൈവത്തിന്റെ ഒരു ജ്ഞാനത്തിന്റെ ഭാഗമാണത്. അപ്പം ആ ഈ വചനത്തോട് അഭിലാഷം അർപ്പിച്ച് നിങ്ങൾക്ക് ജ്ഞാനം കിട്ടുന്നു. നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. വേറെ ഒന്നിനെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്റെ വചനത്തിൽ നിലനിൽക്കുക. അതാണ് ഈശോ പറയുന്നില്ലേ, ആ സുഖലോലുപത, അതല്ല, ലോകവും അതിന്റെ മുഖങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നതിനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിനാകട്ടെ എന്നേക്കും നിലനിൽക്കും. അപ്പം ആ ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ ആഴത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത് അയക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ പറയുന്നു, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം 4 മുതലുള്ള തിരുവചന ഭാഗം, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു. അപ്പൊ ജെറമിയ പറയും, കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പാടവുമില്ല. അപ്പൊ ദൈവം പറയണേ, നീ കേവലം ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം. എന്നിട്ട് പറഞ്ഞു, കർത്താവ് കൈ നീട്ടി അവന്റെ അധരത്തിൽ സ്പർശിച്ചു. കർത്താവ് കൈ നീട്ടി അവന്റെ അധരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കേട്ടോ, ആത്മാവ് നിറയുന്നുണ്ട്. ആത്മാവ് നിറയുന്നുണ്ട്. വചനപ്രവർത്തനം, അപ്പസ്തോല പ്രവർത്തനത്തിന് ആ പേടിച്ച് ഭയപ്പെട്ട് ഇരുന്ന ശിഷ്യന്മാർ വചനം പ്രഘോഷിക്കുന്നുണ്ട്. അപ്പൊ അവരിലേക്ക് ആത്മാവ് ഇറങ്ങി വചനം വന്ന് നിറയും. ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചു. എന്നിട്ട് പറയണം, പിഴുതെറിയാൻ, ഇടിച്ചു തേർക്കാൻ, നശിപ്പിക്കാൻ, പണിതുയർത്താൻ, നട്ടു വളർത്താൻ, ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് നന്നായിട്ട് ഈ വചനത്തോട് സ്നേഹം, ഈ വചനത്തോട് സ്നേഹം. അപ്പൊ വചനത്തോട് സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിറയുന്ന ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, ആത്മാവാണ് ജീവൻ. ശരീരം ഒന്നിനും ഉപരി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. വചനം ആത്മാവും ജീവനുമാണ്. അപ്പൊ ഇന്ന് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴൊക്കെ ഈ ഈശോയുടെ വചനത്തിലേക്ക് ആഴപ്പെടാനുള്ളത് കൃപയ്ക്കായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ, നമ്മൾ ഒത്തിരി പേര് വചനം എഴുതുന്നുണ്ട്, നല്ലത് തന്നെ, നല്ലത് തന്നെ. പക്ഷെ ഇത് നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നില്ലെങ്കിൽ വെറുതെയാണ്. നമുക്ക് ഇത് ചെയ്യേണ്ട, പാലിക്കുന്നവനെ ആത്മാവിനെ അത് അതിന് നമുക്ക് ആദ്യം വചനത്തോട് ഭയങ്കര ഒരു സ്നേഹം തോന്നാൻ വേണ്ടി ഈശോയോട് ഈ ആരാധനയുടെ മധ്യയിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിന് ആത്മാവിന്റെ ഒരു നിറവ്. അതുകൊണ്ടാണ് ദൈവവചനം ആത്മാവിന്റെ വാളെടുത്ത് വിട്ട് ബൈബിളിൽ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിനുമുള്ള വചനങ്ങൾ ബൈബിളിൽ കിടക്കുന്നു. ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഒരു ദിവസം ബാംഗ്ലൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുക, എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാനിങ്ങനെ എന്താ പറയാ, ഒരു കണ്ണിനെ അശുദ്ധമാക്കുന്ന ഒരു കാഴ്ച കാണാനിടന്നു. അപ്പൊ അതിനെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പോയപ്പോഴത്തേനും പെട്ടെന്നൊരു വചനം മനസ്സിലേക്ക് വരും. മത്തായിയുടെ സുവിശേഷം 6:22. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷ്ടമെങ്കിലും ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണ്, ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. പെട്ടെന്ന് അപ്പത്തേനും ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആ വചനത്തെക്കുറിച്ച് ചെയ്യും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ കുറെ ചിന്തിക്കുകയാണ്, അതെങ്ങനെ ഈ പ്രകാശത്തിന് എങ്ങനെ അന്ധകാരമാണ്? അതങ്ങനെ ചിന്തിച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ആ കാഴ്ച നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോയി കണ്ടോ. രക്ഷയുടെ പടത്തൊക്കെയാണ് ദൈവവചനം, ആത്മാവിന്റെ വാള് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുകയാണ്, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. നമ്മൾ അശുദ്ധമായത് കണ്ടാൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ പ്രകാശം പോകും. ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലിരുന്നാണ് ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും എല്ലാ കാര്യത്തിനും. ഇപ്പൊ യാക്കോസ്ലീഹായുടെ ലേഖനത്തിൽ ഒരു വചനമുണ്ട് നാവിനെ കുറിച്ച്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്നായ അത് നമ്മുടെ ശരീരം മുഴുവനെ മലിനമാണ്.
ശരീരം മുഴുവനെ മലിനമാക്കും. അപ്പൊ അത് ആ വചനം നമ്മൾ ഒരാളെ വിധിക്കുന്ന ഒരു കാര്യം വരുമ്പോഴോ, ചീത്ത പറയുന്ന ഒരു കാര്യം വരുമ്പോഴോ, മോശപ്പെട്ട ഒരു കാര്യം സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ പെട്ടെന്ന് ഈ വചനം എടുത്ത് നമുക്ക് വെക്കും. കണ്ടോ, രക്ഷയുടെ പടക്കുപ്പി അണിയുക, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത് വെട്ടുക, ആത്മാവിന്റെ വാളെന്ന് എടുത്ത് വെട്ടുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33:14, 15 തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നു, ഉന്നതങ്ങളിൽ വസിക്കും. കേട്ടോ, അപ്പൊ ഒരു മോശപ്പെട്ട കാര്യം കാണാൻ വേണ്ടി വരുമ്പോഴത്തേനും പെട്ടെന്ന് ഈ വചനം വെച്ച് അങ്ങ് വെട്ടുക, ഈ വചനം വെച്ച് വെട്ടും. ഈ വചനം വെച്ച് വെട്ടുമ്പോൾ ആത്മാവാണ് അവിടെ ഇറങ്ങുന്നത്. അപ്പൊ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും, ആ തിന്മ നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഇപ്പം ഇപ്പൊ മരിയ ഓരേത്തിയുടെ ഉള്ളിലൊക്കെ അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ 5:19 വിശുദ്ധിയെ അജയ്യമായ പരിചയം. കേട്ടോ, വിശുദ്ധിയെ അജയ്യമായ പരിചയം. ആ വചനം വെച്ച് അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി പാപം ചെയ്യാൻ അടുത്തേക്ക് വരുമ്പോഴത്തേനും ആ വചനത്തിന്റെ ശക്തി നമ്മളെ തടയുന്നു. വിശുദ്ധി കൊണ്ടങ്ങ് അജയ്യമായ പരിചയം സൃഷ്ടിക്കുകയാണ്, പരിചയം സൃഷ്ടിക്കുകയാണ്. പിന്നെ ഈശോയ്ക്ക് വേണ്ടി അങ്ങ് മരിക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി പാപം ചെയ്യുന്നതിനേക്കാൾ മരണം, പാപം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ നിറയണം. നിന്റെ വചനം ആത്മാവും ജീവനുമാണ്. നമുക്ക് വേറെ ഒരു ഡൗട്ട് വേണ്ട. ആത്മാവ്, പരിശുദ്ധാത്മാവ് വേറെ വന്ന് നിറയേണ്ട ആവശ്യമില്ല. വചനം നിറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, വചനം നിറഞ്ഞാൽ ആത്മാവ്. ആ ഒരു ബോധ്യത്തില് ഉള്ളിൽ നമുക്ക് ബോധ്യം നിറച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് കണ്ണുകൾ തുറന്ന് കൈകൾ യാചനാപൂർവ്വം പിടിച്ച് ഈശോയെ നോക്കാം. കൈകൾ യാചനാപൂർവ്വം ഈശോയെ നോക്കാം. സങ്കീർത്തനത്തിന്റെ 19 നാം കാണുന്നു, കർത്താവിന്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കും. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ കൽപ്പനകളെ പറ്റിയാണ് പറയുന്നത്. കർത്താവിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കും. ഈശോയെ, ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ സ്വരം ശ്രവിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. സങ്കീർത്തനം 29:4 മുതൽ കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപം പറ്റുന്നതാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനാനിലെ ദേവദാരുക്കളെ ഒട്ടിച്ചു തകർക്കുന്നു. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. അതാണ് നമ്മൾ യെശയ്യായിൽ കാണും. കർത്താവിന്റെ വചനം അഗ്നി പോലെയും, ജെറമിയയിൽ കാണുന്നത് കർത്താവിന്റെ വചനം അഗ്നി പോലെയും പാറകൾ തകർന്ന കൂടം പോലെയാണ്. കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളും. വചനത്തിന്റെ ശക്തിയാണ്. എല്ലാവരും വിശ്വസിക്കും. കർത്താവെ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കണമേ എന്നുള്ളത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23:29, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമില്ലേന്ന്. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേന്ന്. നമ്മുടെ ഉള്ളിലേക്ക് വചനം പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിപ്പറിച്ച് തോരി അറിയുന്നു. ഈശോയുടെ വചനം പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളെ പറ്റി നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൻ്റെതായ പലത് നമുക്ക് ആ വിധക്കാരന്റെ ഉപമയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. വിധക്കാരന്റെ ഉപമയിൽ ഈശോ വിധക്കാരന്റെ ഉപമയുടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദൈവരാജ്യത്തിന്റെ വചനം കേട്ട് മനസ്സിലാക്കാതിരിക്കുന്നവനിൽ നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ അപഹരിച്ചു കളയും. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കും. വേരില്ലാത്തതിനാൽ അത് അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോകുന്നു. ചിന്തിച്ചു നോക്കി, ഈശോയുടെ വചനത്തെ പ്രതി ക്ലേശവും പീഡയും നമുക്കുണ്ടായപ്പോൾ നമ്മൾ വീണു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഈ വചനത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും? എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്ന ലൗകിക വ്യഗ്രത, ധനത്തിന്റെ ആകർഷണം വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യും. ഇതാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. നമ്മുടെ ഉള്ളിൽ ധനത്തോടും ലൗകിക സുഖത്തോടും മറ്റു വസ്തുക്കളോടും വ്യക്തികളോടും ഒക്കെ പ്രത്യേക അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് മുള്ളാണെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയാം. അത് മുള്ളാണെന്ന് പറയാം. ഒരിക്കലും പ്രവേശിക്കാൻ പറയാം. ഈശോ പറയാം, വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും പുറപ്പെടുവിക്കും. 30 മേനിയും. ഈശോ പത്രോസ്ലീഹായെ വിളിക്കുമ്പോൾ നമുക്കറിയാലോ, മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞ വിളിക്കുന്നത്. മനുഷ്യരെ പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഒക്കെ 100 മേനിയും 60 മേനിയും 30 മേനിയും കൊയ്യുന്നത് കണ്ടു.
100 മേനി, 60 മേനി, 30 മേനി ഈശോയുടെ വചനം വെച്ചിട്ടാണ് പൊയ്യുന്നത്. ഈശോയുടെ വചനം വെച്ചിട്ടാണ് പൊയ്യുന്നത്. നമുക്ക് ഒരു നിമിഷം കൈകൾ ഉയർത്തിപ്പിടിക്കാം, കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഏതൊക്കെ മേഖലയാണ് കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങയുടെ വചനം പ്രവേശിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സൊരു പാറ പോലെ ആയിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെതായ ലൗകികമായിട്ടുള്ള പണം, സമ്പത്ത്, വ്യക്തികള്, സോഷ്യൽ മീഡിയ, അത്തരത്തിലുള്ള പലതും, പിന്നെ ലൗകികമായിട്ടുള്ള വ്യഗ്രത, ധനത്തെക്കുറിച്ചുള്ള വ്യഗ്രത, പലതരത്തിലുള്ള ഭാവിയെക്കുറിച്ചുള്ള ആകുലത, പല സംഭവങ്ങളും, ഏതൊക്കെ വ്യഗ്രതകളാണ് നമുക്ക്, എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവെ എഫെസോസ് 6:10-17 ശക്തിയാണ് ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളെയും വെട്ടിപ്പറിച്ച് കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കൈകൾ ഉയർത്തി സ്തുതിക്കാം ഈശോയുടെ വചനത്തിന്റെ അഭിഷേകം നിറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിക്കാം, ഭാഷാവരത്തിൽ വചനത്തിന്റെ എല്ലാം ശക്തികൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുടർന്നിർത്തുമ്പോൾ പ്രകാശം പരത്തുന്നു. എളിയവർക്ക് അറിവ് മാറുന്നു. യേശുവെ ചുടർന്നിരുന്ന് ഒരു ദിവ്യ പ്രകാശം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴ്ന്ന സ്വരത്തില് അമ്മാവന്റെ സ്പർശനം എല്ലാവർക്കും ലഭിക്കുന്നു. അമ്മാവന്റെ സ്പർശനം എല്ലാവർക്കും താഴ്ന്ന സ്വരത്തിൽ നന്ദി പറയുന്ന കൂടെയുള്ള എല്ലാ യുവാക്കളെയും വചനം നൽകണമേ. സങ്കീർത്തനം 119:9 യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും, എന്റെ വചനം അനുസരിച്ച് വ്യാപരിച്ചു. സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ലൂക്ക 2:19, 2:51 മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. എല്ലാവരുടെ ഉള്ളിൽ വചനം നിറയും, ഒത്തിരി പേരുടെ ഉള്ളിൽ വചനം നിറയും. ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു തീ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന അതേ ദർശനം എല്ലാവർക്കും നൽകുന്നുണ്ട്. എല്ലാവർക്കും നൽകുന്നു. ആമേൻ സ്വീകരിച്ചു. എല്ലാവർക്കും വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സങ്കീർത്തനം 119:105 അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. ഈശോയാണ് വചനം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരിലേക്കും വചനം നിറയട്ടെ, എല്ലാവരിലേക്കും വചനം നിറയട്ടെ. അമ്മാവേ, പരിശുദ്ധാത്മാവേ നന്ദി പറയും, പരിശുദ്ധാത്മാവേ നന്ദി പറയും. എസെക്കിയേൽ 37 അഭിഷേകം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നമ്മുടെ നിരാശയും കുറ്റബോധവും സങ്കടവും എല്ലാം ഈശോയുടെ ആത്മാവിനെ പരമേൽപ്പിച്ച് ഈശോയുടെ ആത്മാവ് എല്ലാം നവീകരിക്കട്ടെ, എല്ലാം നവീകരിക്കട്ടെ. കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു. അവിടുന്ന് എന്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ് ഒരു താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്രൻ, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ അങ്ങേക്ക് അറിയാലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്ത്, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുകയും എന്ന് അവയോട് പറയുക. കണ്ടോ, അമ്മാവ് എസെക്കിയേൽ പ്രവാചകന്റെ മേൽ വന്നു. ഇതൊരു വചനം പ്രഘോഷിക്കണം. വരണ്ടുണങ്ങിയ അസ്ഥികൾ. ദൈവമായ കർത്താവ് അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കും, മാംസം വളർത്തുകയും ചെയ്യും. അവിടെ വചനം പറയുക, വചനം പറയുക. അതായത് ഒരു തെരുവിൽ ഇങ്ങനെ, ഒരു താഴ്വരയിൽ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന അസ്ഥികൾ, മരിച്ചുപോയ മനുഷ്യരുടെ അസ്ഥികൾ. എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവൻ പ്രാപിക്കും, ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അറിയും. അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ഒരു കിരികിരാ ശബ്ദമുണ്ട്. വചനം കേൾക്കുമ്പോൾ ജീവൻ വരികയാണ്. ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേരുന്നു. ഈശോയെ വചനം നിറച്ചിട്ട് തകർന്നുപോയ ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
വചനം പോലെ ആ വചനം എന്നിൽ നിറവേറട്ടെ എന്നാണ്. പക്ഷെ നമ്മളെ തന്നെ പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആത്മാവിന്റെ നിറം ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിതാവിനോട് ചേർന്ന് സ്നേഹന്മാരോട് ചേർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരോടും സ്വർഗീയ മധ്യസ്ഥരോടും സകല രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും മാലാഖമാരുടെ ചേർന്ന് സ്തുതിച്ചുകൊണ്ട് നമുക്ക് എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര ആരാധന, 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 ഈശ്വര വചനാഭിഷേകം നൽകപ്പെടുന്നു, വചനാഭിഷേകം നൽകപ്പെടുന്നു. കാരണത്തിന് വചനത്തിന്റെ താളുകൾ ഇതാ ഒത്തിരി പേരിലേക്ക് പിടിച്ചെടുത്തു, ഒത്തിരി പേരിലേക്ക് വചനത്തിന്റെ താളുകൾ നൽകപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടുന്നു. വചനം ശ്രവിക്കാൻ തക്കവിധം ആളുകൾ തുറന്നു. യശയ 54:10 അഭിഷേകം ഇതാ കാണിച്ചു തരുന്നു. 54 വചനം ശ്രവിക്കാൻ തക്കവിധം കാതുകളെ തുറക്കുന്നു, കാതുകളെ കഴുകുന്നു. ആത്മാവാണ്, ആത്മാവാണ്, ആത്മാവ്. വചനം പാലിക്കാനുള്ള കൃപ അനേകർക്ക് നൽകപ്പെടുന്നു. ഈശ്വര